നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മലബാറിൽ രാഷ്ട്രീയ ചർച്ചകൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയാണ്. സഹകരണം തുടരാനാണ് തീരുമാനം അല്ലേ? തെരഞ്ഞെടുപ്പിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി നിലപാട് വിശദീകരിക്കാൻ ഒരു തീരുമാനമുണ്ടല്ലേ? എപ്പോഴാണ് വാർത്താ സമ്മേളനം? റോഷനി, ഇന്ന് രാവിലെ 10:30-ക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതായത് ഈ സഹകരണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നല്ലോ, അതിലൊരു തീരുമാനം നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണ വേളയിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും UDF-ന് നൽകിയ പിന്തുണയാണ് വലിയ ചർച്ചാ വിഷയമായത്. അത് BJP ഒപ്പം തന്നെ CPM അതൊരു ആയുധമാക്കി എടുത്തിരുന്നു. വർഗീയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് UDF ജയിച്ചതെന്നൊക്കെ തന്നെ വെൽഫെയർ പാർട്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി ചർച്ചയായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൂടി ആകേണ്ടതുണ്ട്. കാരണം നിലമ്പൂരിൽ വലിയ വിജയം UDF-ന് നേടാൻ വേണ്ടി സാധിച്ചു. ആ ഘട്ടത്തിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞത്, അതായത് നിലവിലെ സർക്കാരിനോട് ജനങ്ങൾക്ക് വെറുപ്പാണ്, ജനങ്ങൾ നിലവിലെ ഭരണത്തിൽ വെറുത്തുപോയി, അതുകൊണ്ടാണ് നിലമ്പൂരിൽ ജനങ്ങൾ ഇത്രയധികം ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ഒപ്പം തന്നെ PV അൻവറിന് കിട്ടിയ വോട്ടുകളും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതുകൊണ്ട് ആണ് നിലമ്പൂരിൽ അങ്ങനെ ഒരു നിലപാട് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ നിലപാട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് പിന്തുണയ്ക്കുക മാത്രമായിരിക്കും വെൽഫെയർ പാർട്ടിയുടെ നിലവിലുള്ള തീരുമാനമെന്ന് പറയുന്നത്. പക്ഷേ ലീഗിന് അതിന് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ലഭിക്കുന്ന പിന്തുണ സ്വീകരിച്ചേക്കും. പക്ഷേ UDF-നെ ഘടകകക്ഷിയാക്കാനോ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗമാക്കാനോ ഒന്നും തന്നെ ലീഗിന് താല്പര്യമുണ്ടാവില്ല. കാരണം ആശയപരമായിട്ട് രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പാർട്ടികളാണ് വെൽഫെയർ പാർട്ടിയും ലീഗും എന്ന് പറയുന്നത്. അതുകൊണ്ട് ലീഗിന് വലിയ താല്പര്യമുണ്ടാവില്ല. ഇന്നലെ MK മുനീറൊക്കെ തന്നെ പറഞ്ഞത്, വീട്ടിലിരുന്ന് പിന്തുണ നൽകിയാൽ ഞങ്ങൾ അതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ, വെൽഫെയർ പാർട്ടി വീട്ടിലിരുന്നുകൊണ്ട് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല പ്രസ്ഥാനങ്ങളും UDF-ന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് UDF-ന് മാത്രം വോട്ട് കൊണ്ടല്ല അവിടെ നിലമ്പൂരിൽ ജയിച്ചു കയറിയത്. വെൽഫെയർ പാർട്ടി പോലുള്ള മറ്റ് സംഘടനകളും CPM നിന്ന് ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഒരുപക്ഷെ UDF-ലേക്ക് വന്നതുകൊണ്ടായിരിക്കാം UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അസോസിയേറ്റ് അംഗം അല്ലെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിലേക്കുള്ള ചർച്ചകളൊന്നും തന്നെ ഇതുവരെ പോയിട്ടില്ല. വേണമെങ്കിൽ പുറമേ നിന്ന് പിന്തുണ ലഭിച്ചാൽ അത് സ്വീകരിക്കാമെന്ന നിലപാട് UDF-ലെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പല സ്ഥലങ്ങളിലും CPM സ്ഥാനാർത്ഥി പിന്തുണ നൽകുകയും CPM ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയതും ഒരു ചരിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ CPM-നെ വിമർശിക്കാൻ, ചരിത്രം മറന്നുകൊണ്ട് വിമർശിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ ഘടകകക്ഷികളും പറയുന്നത്. ഏതായാലും അടുത്ത മാസം 4-ാം തീയതിയാണ് നിലമ്പൂരിൽ ഒരു വിശദീകരണ യോഗം കൂടി വെൽഫെയർ പാർട്ടി വിളിച്ചിട്ടുണ്ട്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഈ ചർച്ചകളൊക്കെ തന്നെ വഴിയൊരുക്കിയത്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിശദീകരണം എന്താണെന്ന് പറയാനുള്ള ഒരു വിശദീകരണ യോഗം കൂടി ജമാഅത്ത് ഇസ്ലാമി വിളിച്ചു ചേർത്തിട്ടുണ്ട്. റോഷ്നി, ശരി, ഇതിപ്പോൾ നിലമ്പൂരിൽ അൻവർ താൻ ആരാണ്, തൻ്റെ റേഞ്ച് എന്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞു സിനോജ്. ഇനിയിപ്പോൾ UDF-ലേക്ക് അൻവറിൻ്റെ ഒരു എൻട്രി ഉണ്ടാകുമോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത്, മറ്റ് നേതാക്കൾ ഓപ്പോസിറ്റ് വശത്തും. ഇപ്പോൾ എന്തായിരിക്കും? ആകെ കുഴപ്പത്തിലായല്ലോ. വെങ്കി, ആകെ കുഴപ്പത്തിലായി തന്നെ, ആ കുഴപ്പത്തിൽ തന്നെയാണ് ഉള്ളത്. അതായത് VD സതീശൻ ഒരേ വാശിയിലാണ്, നോ എൻട്രി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതായത് PV അൻവറിന് UDF-ലേക്ക് നോ എൻട്രിയാണ്, വാതിലുകൾ അടഞ്ഞു തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ ലീഗിന് മൃദു സമീപനമാണ്. കാരണം ലീഗിനറിയാം PV അൻവർ ഒരു ഡിസൈഡിങ് ഫാക്ടർ, ഇന്നലെ MK മുനീർ പറഞ്ഞ വാക്കാണ്, ഡിസൈഡിങ് ഫാക്ടറാണ് PV അൻവർ നിലമ്പൂരിലെന്നത്. അതായത് അദ്ദേഹത്തിന് വോട്ടുകളുണ്ട്, 20,000 വോട്ടുകൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്. അത് പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. കാരണം ചുങ്കത്തറ പോലുള്ള പഞ്ചായത്ത്, വയനാട് പനമരം പഞ്ചായത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക തലത്തിൽ ഓരോ പഞ്ചായത്തിലെയും ചില വാർഡുകളിൽ PV അൻവറിൻ്റെ സ്വാധീനമുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപകാരപ്പെടുമെന്ന് ലീഗിനറിയാം. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ പോലും പ്രതികരണം നടത്തിയത്. നിലമ്പൂരിൽ സ്റ്റേഷനിൽ UDF-നൊപ്പം കയറാൻ വേണ്ടി അൻവറിന് സാധിച്ചില്ല, ഇനിയും സ്റ്റേഷനുകൾ ഉണ്ടല്ലോ എന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്റ്റേഷൻ വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്റ്റേഷൻ വരാനിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അൻവറിന് UDF-ൽ കയറി പറ്റാമെന്ന നിലയ്ക്കാണ് തങ്ങൾ അന്ന് പറഞ്ഞത്. പക്ഷേ UDF-ലെ മറ്റ് പ്രധാന നേതൃത്വമായ VD സതീശൻ, UDF-ന് ചെയർമാനാണ്, അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് PV അൻവർ എപ്പോഴും വിമർശിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് വിമർശിച്ചത്, മുഖ്യമന്ത്രിയോട് ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ നിലമ്പൂരിൽ ഒരുമിച്ച് നിൽക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിൽ പോലും അദ്ദേഹം VD സതീശനെയാണ് കൂടുതൽ വിമർശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ എതിർപ്പുണ്ടാവും. PV അൻവറിനെയും LDF-നെയും മറികടന്നുകൊണ്ടാണ് UDF-ന് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ കരകയറി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ പറയുന്നത്, അന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം UDF-ൻ്റെ അണികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അണികളൊക്കെ തന്നെ അൻവറിനെതിരെ നിലമ്പൂരിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതായത്
അൻവറിനെയും അതിജീവിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അൻവർ ഇല്ലെങ്കിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന നിലപാടിലാണ് യു ഡി എഫ് ഉള്ളത്. പക്ഷേ അത് വരാനിരിക്കുന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ യോഗത്തിൽ ഏതായാലും ലീഗ് ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ലീഗിൻ്റെ ഈ നിർദ്ദേശങ്ങളെ എങ്ങനെ അവഗണിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും കൂടി കണ്ടറിയുകയും ചെയ്യണം. റോഷ്നി വെങ്കി. ഓക്കെ, അപ്പോൾ അതാണ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ചകൾ അവസാനിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നു. അൻവറിനെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മറ്റൊരു ചർച്ച. സിനോ തോമസ് ആണ് കോഴിക്കോട് നിന്ന് ഒരുപാട് വാർത്തകൾ പങ്കുവച്ചത്.